ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമുള്ള ഒരു ബ്രെഡിൻ്റെ പിസ്സയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഈ ബട്ടർ ഒന്ന് മെൽട്ടായി വരണം. ഇതിലേക്ക് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് എല്ലില്ലാത്ത ചിക്കൻ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിത് നന്നായി ഒന്ന് വഴറ്റിയെടുത്ത് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം ഈ ചിക്കന് ആവശ്യമുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇത് ആവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഫില്ലിംഗ് കൂടി തയ്യാറാക്കാനുണ്ട്. ക്യാപ്സിക്കവും സവാളയും ക്യാരറ്റും ഇതുപോലെ ക്യൂബ്സായി മുറിച്ച് എടുക്കാം. ഇത് ഒരു സവാളയും ഒരു ക്യാപ്സിക്കവും അതുപോലെ തന്നെ ഒരു ക്യാരറ്റുമാണ് എടുത്തത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്താൽ നമ്മളെ ചിക്കൻ റെഡിയായി വരും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പിസ്സ തയ്യാറാക്കാൻ വേണ്ടിയുള്ള ബ്രെഡ് എടുക്കാം. ഇത് നല്ല സോഫ്റ്റും ആയ ബ്രെഡാണ്. സാധാരണ നമ്മൾ കഴിക്കുന്ന ബ്രെഡല്ല. ഇത് പിസ്സയും അതുപോലെ തന്നെ സാൻഡ്വിച്ചും ഒക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രെഡാണ്. ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസ് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ വെച്ച് ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഇതൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച ക്യാപ്സിക്കവും ക്യാരറ്റും അതുപോലെ സവാളയും ഒക്കെ വെച്ച് റെഡിയാക്കിയെടുക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക, കമൻസ് ഒക്കെ അറിയിക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ സ്പൂൺ ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കനൊക്കെ എല്ലാ ഭാഗത്ത് വിതറി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ചീസാണ്. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയ ചീസും കൂടി നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നോൺ സ്റ്റിക്ക് പാനിൽ വെച്ച് തയ്യാറാക്കാം. പിന്നെ ഓവനിൽ വെച്ചും തയ്യാറാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടർ ഒന്ന് മെൽട്ടായതിന് ശേഷം നമുക്ക് നമ്മുടെ പിസ്സ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി അടച്ച് വെച്ച് ചെറിയ തീയിലാണ് ഇത് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഒരു 5-10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് പാത്രത്തിൽ നിന്നും മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.